ഈശോയുടെ ദേവാലയ ശുചീകരണമാണ്. ഈശോയുടെ ദേവാലയ ശുചീകരണത്തിന് അവൻ ആലയം ശുചിയാക്കിയതിനു ശേഷം ആ ആലയത്തിൻ്റെ തീഷ്ണത മൂലം ദേവാലയത്തെ പരിശുദ്ധമാക്കിയതിന് ശേഷം ഈശോ മറ്റുള്ളവരെയൊക്കെ പുറത്താക്കിയതിന് ശേഷം അതിനോട് കൂടുതൽ അടുത്തു നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതേ ആലയം, ദൈവം വസിക്കുന്ന ആലയം, അത് പരിശുദ്ധമായിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. നമുക്കറിയാം, നമ്മൾ ദേവാലയമൊക്കെ പണിതിട്ട് നമ്മളവിടെ ഇട്ടിട്ട് പോകാറില്ല. ദേവാലയത്തിൽ ആഴ്ചയിലൊന്നോ, ഈ ദേവാലയത്തിലാണെങ്കിൽ ആഴ്ചയിലൊന്ന് കുർബാനയുണ്ട്, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 കുർബാനയുണ്ടാവും, അല്ലെങ്കിൽ മറ്റ് പ്രാർത്ഥനാ സമയങ്ങളിൽ നമ്മൾ ഈ ദേവാലയത്തിൽ വന്നിരിക്കും. നമ്മുടെ വീട്ടിൽ നമ്മൾ പല സാധനങ്ങൾ എവിടെയെങ്കിലുമൊക്കെ സൂക്ഷിക്കുന്നത് പോലെ ഈ ദേവാലയത്തിൻ്റെ ഭംഗി കളയുന്ന രീതിയിലൊന്നും നമ്മൾ വയ്ക്കാറില്ല. അലങ്കാരങ്ങളൊക്കെ ചെയ്ത് കൃത്യമായിട്ട് അതിൻ്റേതായിട്ടുള്ള സ്ഥാനങ്ങളിൽ നമ്മൾ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു കാരണം കർത്താവ് ഈ ഭവനത്തിൽ വസിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹൃദയവും. ദൈവം വസിക്കുന്ന ഒരു ഇടമാണ് നമ്മുടെ ഈ ആലയം, നമ്മുടെ ശരീരം. ഈ ശരീരത്തെയും നമ്മൾ ഭംഗിയായിട്ട് കാത്തു സൂക്ഷിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ദേവാലയത്തെ എത്രത്തോളം നമ്മൾ ഭംഗിയായിട്ട് കാത്തു സൂക്ഷിക്കുന്നു, അതുപോലെ നമ്മുടെ ശരീരത്തെയും നമുക്ക് ഭംഗിയായിട്ട് ഈ നാടുകളിൽ കാത്തു സൂക്ഷിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇന്നത്തെ വചനത്തിൽ 48-ാമത്തെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ജനങ്ങളെല്ലാം അവൻ്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു. ജനങ്ങളെല്ലാം അവൻ്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു. നമുക്കറിയാം, ഏതെങ്കിലുമൊക്കെ വീട്ടിൽ കുഞ്ഞിപ്പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ, നമ്മളൊക്കെ പുതിയതായിട്ട് കയറി ചെല്ലുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ആ കൊച്ചിനെ ഒന്ന് എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കൊച്ചു വന്നൊന്നും വരില്ല. അത്രമേൽ അടുപ്പമുള്ളവരുടെ അടുത്തേ ഒരു കൊച്ചു വരികയുള്ളൂ. അതിനേക്കാളും കംഫർട്ട് സോണായിട്ട് ആ കൊച്ചിന് അനുഭവപ്പെടുന്നത് അപ്പൻ്റെയോ അമ്മയുടെയോ തോളോ അല്ലെങ്കിൽ അവരുടെ മടിയൊക്കെ ആയിരിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്നത്തെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക, കർത്താവാണ് നമ്മുടെ ഏറ്റവും നല്ല കംഫർട്ട് സോൺ എന്നുള്ളത്. ഇവിടെ ജനങ്ങൾ അവൻ്റെ വാക്കുകളിൽ മുഴുകി അവനോടൊപ്പമായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതവും അങ്ങനെ ഒരു ആത്മീയതയിലേക്ക് നമ്മൾ മാറ്റപ്പെടേണ്ടതാണ്. നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ട് ആയിരിക്കാനായിട്ട് പറ്റുന്നത് ദേവാലയങ്ങളിൽ, കർത്താവിൻ്റെ ഇടങ്ങളിലാണ്. ആ കർത്താവിൻ്റെ ഇടത്തിൽ പൂർണ്ണമായിട്ട് ആ ഒരു അഭയം തേടാനായിട്ടും അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമുക്ക് രൂപപ്പെടുത്താനൊക്കെ ആയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇങ്ങനെയൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ ഒപ്പമായിരിക്കുമ്പോൾ, മറ്റുള്ളവരിൽ നിന്ന് അകന്ന് നന്മയിൽ ജീവിക്കുമ്പോൾ, ക്രിസ്തീയ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുമ്പോൾ നമുക്കും മനുഷ്യരെ പോലെ വിശുദ്ധരായിട്ട് തീരുവാനായിട്ട് സാധിക്കും. ഈ നാടുകളിൽ നിങ്ങൾക്കതിന് സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു. നിത്യപിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.